السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الذي الأحد الجبار والصمد الغفار أشهد أن لا إله إلا الله الواحد القهار وأشهد أن محمدا عبده ورسوله النبي المختار وعلى آله الأطهار وأصحابه الأبرار حسبنا الله ونعم الوكيل. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ രക്ഷിതാക്കളെ, ജ്യേഷ്ഠ അനുജ സഹോദര സഹോദരിമാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പരിപൂർണമായി ജീവിതത്തിൻ്റെ സർവ സന്ദർഭങ്ങളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ഏത് സമയത്തും മരണമെന്ന യാഥാർത്ഥ്യം നമ്മിൽ കടന്നുവരും എന്ന ബോധത്തോടെ ഓരോ സെക്കൻഡുകളെയും വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അല്ലാഹു അത്തരത്തിൽ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
മാസത്തിലൊരിക്കൽ നാം ഒന്നിച്ചു കൂടുകയും പാരത്രികമായ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് ആയത്തിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള വിശദമായ പഠനമാണ് കഴിഞ്ഞ ക്ലാസുകളിലായി നാം നടത്തിയിരുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ അൽ അഖീദത്തു സ്വഹീഹ വമാ യുദാദ്ദുഹ എന്ന ഒരു റിസാലയുമായി ബന്ധപ്പെട്ട ആറ് അടിസ്ഥാന കാര്യങ്ങൾ അഥവാ ഈമാൻ കാര്യങ്ങളെ കുറിച്ചുള്ള അതിൻ്റെ ഓരോ പാർട്ടുകളായി കൊണ്ടുള്ള പഠനമാണ് നാം തുടങ്ങിയിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ആ ഈമാൻ കാര്യങ്ങളെല്ലാം കൂടി ഉൾക്കൊണ്ട് ആറ് ഈമാൻ കാര്യങ്ങളും ഉൾക്കൊണ്ട് എങ്ങനെയായിരിക്കണം ഈ ഭൂമിയിൽ നാം ഏവരും ജീവിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അല്ലാഹുവിലും അതുപോലെ തന്നെ അവന്റെ പ്രവാചകന്മാരിലും മലായികത്തിലും കിതാബിലും പരലോകത്തിലുമെല്ലാം ആ യഥാർത്ഥ വിശ്വാസം അത് ഉൾക്കൊണ്ട ഒരു വ്യക്തി ഏത് രൂപത്തിൽ ജീവിതം നയിക്കും, അവൻ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ നാം കേട്ടതായ ചില ആയത്തുകളുണ്ട്. ഈമാനുള്ള ഒരു വ്യക്തി, ആ വ്യക്തി മറ്റുള്ള ആളുകളിൽ നിന്ന് ഏത് നിലക്ക് വ്യത്യസ്തനാണ് എന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൂന്ന് വിഭാഗമായി കൊണ്ട് നമുക്ക് എല്ലാവരെയും എണ്ണിയാൽ വേർതിരിക്കാൻ സാധിക്കും. മൂന്ന് വിഭാഗക്കാരാണ്, മൂന്ന് തരം വിശ്വാസമുള്ളവരാണ്. ഒന്ന് അവിശ്വാസികൾ, മറ്റൊന്ന് കപടവിശ്വാസികളാണ്, മൂന്നാമത്തെ വിഭാഗം സത്യവിശ്വാസികളാണ്. അപ്പൊ ഈ മൂന്ന് ആളുകളുടെയും സ്വഭാവങ്ങള് കുറേശ്ശെയൊക്കെ ഉണ്ടായി ജീവിക്കുന്ന, പറയാൻ പറ്റാത്ത ഒരു വിഭാഗം വേറെയും ഉണ്ടാവാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സ്വർഗമാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോ അവിശ്വാസികൾക്കല്ല സ്വർഗം, കപടവിശ്വാസികൾക്കല്ല സ്വർഗം, സത്യവിശ്വാസികൾക്കാണ് സ്വർഗമെന്നത് മനസ്സിലാക്കിയവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആനിൽ ഈ മൂന്ന് വിഭാഗം ആളുകളുടെയും പേരുകളിൽ നമുക്ക് സൂറത്തുകൾ കാണുവാൻ സാധിക്കും.
സൂറത്തുൽ മുഅ്മിനൂനുണ്ട്, സൂറത്തുൽ മുനാഫിഖൂനുണ്ട്, സൂറത്തുൽ കാഫിറൂനുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ അതിന്റെ ഒന്നാമത്തെ ആയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നതാണ്. അവരെ വിജയിക്കുകയുള്ളൂ. ഈമാനുള്ള ആളുകൾ അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കാൻ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ അവർക്കാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അവരെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ. നമ്മൾ സൂചിപ്പിച്ചതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് പറഞ്ഞില്ല, ഉമറേ, അങ്ങാടിയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ആളുകൾ കേൾക്കുമാറ് ഉച്ചത്തിൽ വിളിച്ചു പറയണം, ലാ യദ്ഖുലൂനൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ. അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായ ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രവേശിക്കുന്നവര് സത്യവിശ്വാസികൾ മാത്രമാണ്, മുഅ്മിനീങ്ങൾ മാത്രമാണ്. അത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവര് കച്ചവടത്തിന്റെ തിരക്കിലും ബഹളത്തിലുമായിരിക്കും. അതുകൊണ്ട് ഉറക്കെ അവരെല്ലാവരും കേൾക്കുമാറ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഇതൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസുകളിലായി കേട്ടതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മരണത്തിന്റെ വാർത്തകളില്ലേ, പെട്ടെന്നുള്ള മരണത്തിന്റെ വാർത്തകളാണ് നമ്മുടെ കാതുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അഖിലവും അധികവും അല്ലേ, അധികം വാർത്തകളും പെട്ടെന്നുള്ള മരണങ്ങളാണ്. ഏതെങ്കിലും മരണ വാർത്ത കേൾക്കുമ്പോഴേക്ക് നമ്മൾ പെട്ടെന്ന് ചോദിച്ചു പോകും, അതിന് മൂപ്പർക്ക് എന്തെന്ന് ഇപ്പൊ അസുഖം, അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പെട്ടെന്നുള്ള മരണത്തിന്റെ വാർത്തകൾ അധികരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഫോണിലേക്ക് വരുന്ന വിളികളിലെ മരണത്തിന്റെ വാർത്തകൾ പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ കാണുന്ന മെസ്സേജുകളില്ലേ, ഇതിൽ ഒരു നാൾ നമ്മുടെ മരണത്തിന്റെ വാർത്തയാണ് മറ്റുള്ളവർ ഷെയർ ചെയ്യാനുള്ളത്. അത് പെട്ടെന്ന് വരാനുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്നുള്ള നമ്മിലേക്കും പ്രിയപ്പെട്ടവരെ കടന്നു വന്നേക്കാം. അതിനു മുമ്പ് നാം ഈ ഭൂമിയിൽ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്ന സമയത്ത് എന്റെ അരികിലേക്ക് വരുന്ന മലക്കുൽ മൗത്തും അനുയായികളുമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുഅ്മിനായ മനുഷ്യന്റെ, ഒരു മുഅ്മിനത്തായ മനുഷ്യന്റെ അരികിലേക്ക് മലക്കുൽ മൗത്ത് എങ്ങനെ വരുമെന്നാണോ പറഞ്ഞത്, ആ രൂപത്തിൽ തന്നെയായിരിക്കും. ഇതാ എന്റെ മുന്നിലുള്ള കാഴ്ചയുടെ ആ മറയുണ്ടല്ലോ, ഇവിടെയും മലായിക്കത്തിന്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ കാണാൻ കഴിയാത്ത ഒരു മറ കൺപോളകൾക്ക് മുന്നിലുണ്ടെങ്കിൽ ആ മറയങ്ങ് നീക്കപ്പെടുന്ന സമയം എന്റെ മരണത്തിന്റെ സന്ദർഭമാണെങ്കിൽ ഞാൻ മലക്കുൽ മൗത്തിനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന സമയത്ത് പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി എന്റെ അരികിലേക്ക് കഫനും മിൻ കഫാനിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫം പുടവയുമായി വഹനൂത്തും മിൻ ഹുനൂത്തിൽ ജന്ന, സ്വർഗ്ഗത്തിലെ സുഗന്ധദ്രവ്യങ്ങളുമായി സലാം പറഞ്ഞു കൊണ്ടുവരുന്ന ആ മലക്കുൽ മൗത്തിനെ കാണാൻ
എന്റെ കണ്ണുകൾക്ക് സാധിക്കുമെന്ന് പെട്ട ഉമ്മമാരെ, രക്ഷിതാക്കളെ ഉറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കുമാറ് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ഒരുക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആയത്തുകളും ചില ഹദീസുകളും ഒരു വിശ്വാസി ആരാവണം, ഒരു വിശ്വാസിയിൽ ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് കേട്ടതാവാം ഉണർത്തലുകളാണ് പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിലും മലായികത്തിലും പരലോകത്തിലും അങ്ങനെ വിശ്വസിക്കാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉറച്ചു വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകൾ ആരായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അവരുടെ ചില പ്രത്യേകതകളുടെ കൂട്ടം, ആ പ്രത്യേകതകൾ പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനുണ്ട് എന്നത് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കണം. സാധാരണ നമ്മൾ കേൾക്കുന്ന ചില ആയത്തുകളുണ്ട്. ഒന്ന് 33-ാം അധ്യായം സൂറത്തു അഹ്സാബിന്റെ 36-ാമത്തെ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഒരു വിശ്വാസിയും വിശ്വാസിനിയും ആരായിരിക്കും എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? ആയത്തും ഹദീസും ഒരു വിഷയത്തിൽ എന്താണോ പറയുന്നത് ആ കാര്യം അതുപോലെ അനുസരിക്കുന്നവരാണ്, അതേപോലെ അനുസരിക്കുന്നവരാണ്. സ്വർഗ്ഗക്കാരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സ്വർഗത്തിലേക്ക് പോകുന്നവരെ കുറിച്ച്, ഈമാനോടുകൂടി മരിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഈമാനോടുകൂടി മരിപ്പിക്കണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. ആ ഈമാനോടുകൂടി മരിക്കുന്ന ആളുകളുടെ പ്രത്യേകത, അള്ളാഹുവിന്റെ മതത്തിൽ മുസ്ലിമായി എന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കണമെന്നില്ല. നമ്മൾ പറഞ്ഞതാണല്ലോ, എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനുകളല്ല. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാ. മുഅ്മിനുകൾക്കാണ് സ്വർഗ്ഗം, മുഅ്മിനുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള സൗഭാഗ്യമുള്ളത്. ആ മുഅ്മിനുകൾ ആരായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന. അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കുന്ന ഈമാനോടുകൂടി ലോകത്തോട് വിട പറയാൻ സാധിക്കുന്ന ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും അല്ലാഹു പറയുകയാണ്, ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ. അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ഭൗതികമായ ലോകത്ത് അവൻ ഇടപെടുന്ന ഏത് മേഖലകളാണെങ്കിലും ശരി, അവിടങ്ങളിലെല്ലാം റബ്ബിന്റെ നിയമങ്ങളുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ച മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതങ്ങ് ആയത്തിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ അങ്ങ് കേൾക്കുന്ന സമയമുണ്ടല്ലോ, അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. ആ റബ്ബിന്റെ തീരുമാനങ്ങൾക്കപ്പുറത്ത്, പ്രവാചകന്റെ നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് സ്വതന്ത്രമായ ഒരു തീരുമാനമെടുക്കാൻ വിശ്വാസമുള്ള ഒരു ആണ് തയ്യാറാകുന്നില്ല, വിശ്വാസമുള്ള ഒരു പെണ്ണ് തയ്യാറാകുന്നില്ല. കാരണം ആയത്തിന്റെ ബാക്കി അല്ലാഹു പറയാണ്, വമൻ യഅസില്ലാഹ വറസൂലാ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആരെങ്കിലും അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ ഫഖദ് ളല്ല ളലാലം മുബീനാ. വ്യക്തമായ വഴികേടിൽ തന്നെയാണ് അവൻ പതിക്കുന്നത്. ഒരു വിഷയത്തിലും അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കാതെ എല്ലാത്തിലും അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആണും പെണ്ണും അവരാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം, ആ സ്വർഗ്ഗത്തിന് അർഹരായി തീരുന്ന വിശ്വാസികളെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ ഗണത്തിൽ പെടുവോ ഇല്ലേ? നമ്മൾ മാർക്കിടുക. ഓരോ ആയത്തുകളും നമ്മൾ കേൾക്കുമ്പോ നമ്മൾ മാർക്കിടുക. റബ്ബ് പറയാ. ഒരു പണ്ഡിതന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു,
എനിക്കെന്റെ റബ്ബിനോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ ഞാൻ നമസ്കാരം നിർവഹിക്കും. അതൊരു മുനാജാത്താണ്, റബ്ബുമായി നടത്തുന്ന രഹസ്യമായ സംഭാഷണമാണ്. എനിക്കെന്റെ റബ്ബിനോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടായാൽ ഞാൻ നമസ്കരിക്കും. എന്നാൽ എന്റെ റബ്ബിന്റെ സംസാരം കേൾക്കണം, എന്റെ റബ്ബി എന്നോട് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ഞാൻ എന്റെ റബ്ബിന്റെ ഖുർആൻ വായിക്കും. ഞാൻ എന്റെ റബ്ബിന്റെ ഖുർആൻ വായിക്കും. അതിലുള്ള ഓരോ ആയത്തുകളും എന്നോടുള്ള സംസാരമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓതുന്ന ആയത്തുകൾ റബ്ബ് നമ്മളോട് സംസാരിക്കുകയാണ്. അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം ആർക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് അവൻ നമ്മെ അറിയിക്കുന്നത്. ആ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്ന തരത്തിൽ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്നത് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഇതാണ് ഒരു ആയത്ത്. ഇനി നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ 24-ാം അധ്യായം സൂറത്തുൻ നൂർ, അതിന്റെ 57-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ എന്താ റബ്ബ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ അവന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോ അവരുടെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തില് അതിന്റെ 51-ാമത്തെ വചനം സൂറത്തുൻ നൂറിന്റെ 51-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഈമാനുള്ള ആളുകൾക്ക് പറയാനുള്ള വാക്കെന്താണെന്നറിയുമോ? എപ്പോഴാണ് പറയുന്നത്? ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും. അവരുടെ ഭൗതികമായ ജീവിതത്തില് അവരിടപെടുന്ന മേഖലകളില് അല്ലാഹുവിന്റെയോ റസൂലിന്റെയോ ഒരു വിളി അവര് കേട്ടാൽ, ആയത്തിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശത്തെ അവരുടെ ജീവിതത്തിലേക്ക് അവർ കേൾക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോ, പ്രിയപ്പെട്ടവരെ അല്ലാഹു പറയാ, ആ സമയത്ത് അവര് പറയുന്ന ഒരു വാക്കുണ്ട്, അയ്യഖൂലു സമിഅനാ വ അത്വഅനാ. പ്രിയപ്പെട്ടവരെ, ഇത് പരലോകത്തിൽ വിശ്വാസമുള്ളവരെ കുറിച്ചാ പറയുന്നത്. അല്ലാഹുവിന്റെ മലായികത്തിലെ വിശ്വാസമുള്ളവരെ കുറിച്ചാ പറയുന്നത്. പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവരെ കുറിച്ചാ പറയുന്നത്. ആയത്തിന്റെ ഹദീസിന്റെ വെളിച്ചത്തില് ഒരു നന്മ കേട്ടാൽ, ഒരു തിന്മ കേട്ടാൽ, ആ കേൾക്കുന്ന സമയത്തു തന്നെ അവര് പറഞ്ഞു പോകുന്ന ഒരു വാക്കുണ്ട്, സമിഅനാ വ അത്വഅനാ. റബ്ബേ, നീ തന്ന കാതുകൊണ്ട് നിന്റെ കലാമിതാ ഞങ്ങൾ കേട്ടു റബ്ബേ. കേൾവിക്കാരന്റെ റോള് മാത്രമല്ല, അത്വഅനാ മാദിയായ ഒരു ഫിഅല, അനുസരിച്ചു. അനുസരിക്കുമെന്നല്ല, അനുസരിച്ചു, ഉറപ്പുള്ള കാര്യമാണ്. റബ്ബിനോട് പ്രതികരിക്കുന്നു. ആയത്തുകൾ റബ്ബിങ്ങോട്ട് പറയുന്നത് കേൾക്കുമ്പോ ആ സമയത്ത് അവർ കൊടുക്കുന്ന റീപ്ലേ ആണ് പ്രിയപ്പെട്ടവരെ ഇത്. ഇതാണ് വിശ്വാസികളുടെ രണ്ടാമത്തെ, അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് വായിക്കാനുള്ള രണ്ടാമത്തെ വചനം. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെയും നമ്മുടെ എത്ര ആയത്തുകളും ഹദീസുകളും അതിലൂടെ എത്ര നന്മകളും തിന്മകളും നമ്മൾ കേട്ടവരാണ്, അറിഞ്ഞവരാണ്. നന്മകളുടെ വിഷയത്തിൽ അത് സ്വീകരിക്കുക എന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെങ്കിൽ, തിന്മകൾ പാടെ ഒഴിവാക്കുക എന്നതാണ് നമ്മോട് സ്വീകരിക്കാൻ പറഞ്ഞ നിലപാട്. എന്നാൽ ഈ സമിഅനാ വ അത്വഅനാ എന്ന പ്രതികരണം അറിയിച്ചുകൊണ്ട് ജീവിതത്തെ ആ രൂപത്തിലാക്കി തീർക്കാൻ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അവരാണ് മുഅ്മിനു. കഴിഞ്ഞ വർഷം നമ്മുടെ മദ്രസയിൽ നല്ല വിജയം കരസ്ഥമാക്കിയവർക്കുള്ള
സമ്മാന വിതരണമാണ് നടന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് വിജയമാണ്. നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ എല്ലാ രംഗത്തും വിജയമാണ് ആഗ്രഹിക്കുന്നത്. പരാജയത്തിന്റെ കയ്പുനീര് ആരും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും എല്ലാം വിജയത്തിന് വേണ്ടിയാണ്. എന്നാൽ ഈ നൈമിഷികമായ ജീവിത വിജയങ്ങൾക്കപ്പുറം മരണാനന്തര ജീവിതത്തിന്റെ വിജയം അത് നേടിയെടുക്കലാണ് ഏറ്റവും വലുത്. കാരണം ഇത് മാറി മറിഞ്ഞു വന്നേക്കാം അല്ലേ? ഇവിടെ വർഷം തോറ്റവരാണെങ്കിലും അടുത്ത വർഷം അവർക്ക് തന്റെ കൂടെ വിജയിച്ച അല്ലെങ്കിൽ തന്റെ കൂടെ ഉണ്ടായവരിൽ വിജയിച്ചവരെക്കാൾ അധികം മാർക്ക് കരസ്ഥമാക്കി വിജയിക്കാൻ അവസരങ്ങൾ ഉണ്ടാവാം. പക്ഷെ മരണാനന്തര ജീവിത വിജയത്തിന് അല്ലാഹു നമുക്ക് തന്നത് ഒരേ ഒരു ചാൻസ് മാത്രമാണ്. പരീക്ഷയ്ക്ക് അവസരമില്ല എന്നർത്ഥം. ആ ലോകത്ത് വിജയിക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു അവൻ അയച്ച പ്രവാചകരിലൂടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി എന്തെല്ലാം നിർദ്ദേശങ്ങൾ അവൻ നൽകിയിട്ടുണ്ടോ ആ നിർദ്ദേശങ്ങളെല്ലാം ആത്മാർത്ഥമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ആളുകൾ, അവർക്കാണ് സത്യവിശ്വാസികൾ എന്ന് പറയുക. അവരെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി വിശുദ്ധ ഖുർആനിലെ ഒരായത്തും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കൂ. 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 5-ാമത്തെ വചനം. എന്താ അല്ലാഹു പറയാ? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ. അല്ലാഹനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയാ, ഒരിക്കലും അവർ വിശ്വാസികളാവുക, അവർക്ക് സ്വർഗം ലഭിക്കുകയില്ല. അവര് നരകത്തിന്റെ ആളുകളാണ്. ആര് എങ്ങനെയാണെങ്കിൽ ശേഷം അല്ലാഹു പറയാ, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. പ്രവാചകരെ, അവർക്കിടയിൽ ഭിന്നതയുള്ള കാര്യത്തിൽ താങ്കളെ അവര് വിധികർത്താക്കി. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഏതേതു കാര്യങ്ങളിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത നിർദ്ദേശങ്ങള്, അവിടുന്ന് നൽകിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അത് കേട്ടവരാണ്, അതറിഞ്ഞവരാണ്. ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ആ നിർദ്ദേശങ്ങളുണ്ടല്ലോ, താങ്കൾ കൊടുത്ത ഉപദേശങ്ങളുണ്ടല്ലോ, മനസ്സിനകത്ത് യാതൊരു വെറുപ്പുമില്ലാതെ അറപ്പുമില്ലാതെ അതിനെ പരിപൂർണമായി ജീവിതത്തിലേക്ക് അവര് സ്വീകരിച്ച് അനുസരിച്ച് അവര് ജീവിതം നയിക്കുന്നത് വരെ മനസ്സിനകത്തൊരു വെറുപ്പുമില്ല. മനസ്സിനകത്ത് ആയത്തുകളിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഈമാനുള്ളവന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? അല്ലാഹുവേ, മരണത്തിന് മുമ്പ് ഇതൊന്ന് കേൾക്കാൻ സാധിച്ചല്ലോ, മരണത്തിന് മുമ്പ് ഈ നന്മയെക്കുറിച്ച് കേൾക്കാൻ, ഈ തിന്മയെക്കുറിച്ച് അറിയാൻ എനിക്ക് സാധിച്ചല്ലോ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ആയത്തുകൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അവര് സന്തോഷിക്കുന്നവരായിരിക്കും. അവർ സന്തോഷിക്കുന്നവരായിരിക്കും. നിങ്ങൾ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ പ്രത്യേകതകളായി പഠിപ്പിച്ച കാര്യങ്ങളാണ്. വിശ്വാസികളുടെ പ്രത്യേകതകളായി പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇത് പരിപൂർണമായി ജീവിതത്തിൽ
ഇന്നുവരെ ഞാൻ ഇങ്ങനെയാണ് ജീവിതം നയിച്ചിട്ടുള്ളത് എന്ന് പറയാൻ പൊന്നു രക്ഷിതാക്കളെ, പൊന്നു സഹോദരങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, നമുക്ക് സാധിക്കും. ആത്മാർത്ഥമായി ഞാനടക്കം നമ്മളൊന്ന് ചിന്തിക്കുക, ഇങ്ങനെയാണ് എന്റെ ജീവിതം. കാലം ഏതൊക്കെ കോലങ്ങൾ കെട്ടിയാലും പണ്ടത്തെ പോലെയല്ലെന്ന് നമുക്കറിയാം. ചിന്മകൾക്ക് അവസരങ്ങളും പാടുമുണ്ട്, സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഇന്ന് മുമ്പത്തേതിനേക്കാൾ അധികം വിപുലമായ സൗകര്യങ്ങളാണ്. പൈശാചികമായ സർവവിധ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ഇസ്ലാമിക പ്രമാണങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനിന്റെ താളുകളിലൂടെ, അതിന്റെ വിശദീകരണമായ പ്രവാചകന്റെ വചനങ്ങളിലൂടെ എന്തൊരു ഇസ്ലാമിനെ കുറിച്ചാണോ അന്നത്തെ ആളുകൾ കേൾക്കാൻ തുടങ്ങിയത്, അതിൽ മാറ്റമില്ല. അതിൽ യാതൊരു മാറ്റങ്ങളുമില്ല. കാലങ്ങൾക്കനുസരിച്ചുകൊണ്ട് കോലം കെട്ടാൻ തയ്യാറായാൽ നരകത്തിൽ പോകുന്ന ആളുകളുടെ പ്രതികരണം എന്താണ്? സ്വർഗക്കാര് നരകക്കാരോട് ചോദിക്കുകയാണ്, എന്തേ സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് നിങ്ങൾ വരാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ സ്വർഗക്കാർക്ക് നരകക്കാര് കൊടുക്കുന്ന കൃത്യമായ മറുപടിയുണ്ട്. ഈ ഭൗതികമായ ലോകത്ത് പാടില്ലെന്ന് പറഞ്ഞപ്പോ പറഞ്ഞവർക്ക് നേരെ കൊഞ്ഞനം കുത്തി നടന്നവരായിരുന്നു. ഇക്കാക്കാത് ചെയ്യല്ല, ഇത്താത്താത് കാണല്ലേ, അത് ശരിയല്ല, ഹറാമാണ്, ആ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കല്ലേ. മോഡേൺ യുഗത്തിന് പിന്നാലെ റബ്ബിന്റെ അദാബ് വിലക്ക് വാങ്ങിക്കൊണ്ട് റബ്ബിന്റെ ദീനിനെ പരിഹസിച്ചുകൊണ്ട് ജീവിക്കല്ലെന്ന് പറഞ്ഞപ്പോ പറഞ്ഞവരെ പരിഹസിച്ചിരുന്ന ആളുകളുണ്ടല്ലോ, നാളെ നരകത്തിലെത്തിയിട്ട് നരകത്തിന്റെ തീനാളങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന സമയത്ത് എന്ന് ചോദിക്കുന്ന സമയത്ത് കൃത്യമായ മറുപടി പറയുകയാ, മലവെള്ള പാച്ചിൽ ഒഴുകി വരുന്ന ചപ്പ് ചവറുകളെ പോലെ കാലത്തിന്റെ വ്യത്യസ്തമായ കോലക്കെട്ടലുകൾക്ക് പിന്നാലെ ഞങ്ങളും ജീവിച്ചു പോയി. കാലത്തിനനുസരിച്ചുകൊണ്ട് ഞങ്ങളും കോലങ്ങൾ മാറി. അങ്ങനെ ചിന്തിച്ച് ജീവിച്ച ആളുകളൊക്കെ അല്ലാഹുവിന്റെ നരകത്തിലേക്ക് പോവുകയാ. അവിടെയും എന്തൊക്കെ ഭൂമി ലോകത്ത് സംഭവിച്ചാലും എന്റെ റബ്ബിന്റെ കോടതി എന്ന ഒന്ന് വരാനുണ്ട്. നാളെ എനിക്ക് എന്റെ റബ്ബിന്റെ കോടതിയില് എന്റെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം രേഖപ്പെടുത്തിയ കർമ്മരേഖയുണ്ടല്ലോ, അതെന്റെ വലതു കൈയിൽ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടാവണം. വലത് കൈയിൽ കിതാബ് ലഭിക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ആ കിതാബ് ലഭിക്കുന്ന സമയത്ത് ആൾക്കൂട്ടത്തിന്റെ നടുവിലൂടെ കിതാബ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓടിച്ചാടി നടന്നുകൊണ്ട് വിളിച്ചു പറയാ, എന്റെ കിതാബ് ഒന്ന് വായിക്കടോ. അവനാ കിതാബ് തുറന്നു നോക്കുന്നില്ല ജനങ്ങൾക്ക് മുന്നിലേക്ക്. അവന്റെ ജീവിതമാണത്, അവന്റെ ഭൗതികമായ ജീവിതമാണ്. അവന്റെ ശരീരം മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നത് വരെയുള്ള, അവന്റെ അവസാന ശ്വാസവും നിലക്കുന്നത് വരെയുള്ള അവന്റെ ഭൂമി ലോകത്തുള്ള ജീവിതമാണ് പ്രിയപ്പെട്ടവരെ ആ കിതാബിലുള്ളത്. അതാർക്ക് മുന്നിലും തുറന്നു വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ജീവിതമാണ്. ആളുകളോട് പറയാണ്, എന്നിട്ട് അതിന്റെ കാരണം എന്താണെന്ന് അവൻ പറയുന്നുണ്ട്. എന്റെ വലത് കയ്യിൽ എന്റെ കിതാബ് കിട്ടാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? ആരുടെ മുന്നിലും എന്റെ കിതാബ് തുറന്നു വായിക്കാൻ ആവശ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? ഇന്നീ അന്നീ മുലാഖിൻ ഹിസാബിയാ. ഇങ്ങനെ ഒരു ലോകത്തെ കണ്ടുമുട്ടുമെന്ന ബോധം ഞാൻ എന്റെ ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന സമയത്ത്, അത് രാത്രിയായാലും അതുപോലെ തന്നെ പട്ടാ പകലായാലും ശരി,
ഞാൻ ഒറ്റക്കായാലും ശരി, എന്റെ കുടുംബത്തിന്റെ കൂടെയായാലും ശരി, രഹസ്യമായാലും പരസ്യമായാലും ഇങ്ങനെ ഒരു ലോകമുണ്ടെന്ന വിശ്വാസത്തോടു കൂടി ജീവിതം നയിച്ചവനാണ് ഞാന്. അതുകൊണ്ടാണ് എന്റെ കിതാബ് എനിക്ക് എന്റെ വലത് കൈയിൽ കിട്ടിയത് എന്നവൻ വിളിച്ചു പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുമോ എന്നത് നാം ഏവരും ഈ സമയത്ത് ചിന്തിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? നമ്മൾ വിലപിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലക്കുൽ മൗത്ത് വരുന്ന സമയമുണ്ടല്ലോ, നമ്മളറിയും നമ്മുടെ വേർപാടിന്റെ സമയം പോകാനായി കഴിഞ്ഞാൽ ആ സെക്കൻഡുകൾ നമ്മൾ അറിയുകയാണ്. നാം നമ്മുടെ കുടുംബത്തിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഇണയിൽ നിന്ന് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം ഇതാ പോവുകയാണ്, ഒറ്റക്കാവുകയാ എന്നറിയുന്ന സമയമുണ്ട്. ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ 3 ആയത്തുകൾ നിങ്ങൾ കേട്ടില്ലേ? ആ നിലക്കല്ല നമ്മുടെ ജീവിതം ഇതുവരെ ജീവിച്ചതെങ്കിൽ ആ മരണത്തിന്റെ അവസരത്തിൽ പ്രിയപ്പെട്ടവരെ അല്ലാഹ് പറയാണ്, വിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകളും അതിലേക്കൊന്ന് ചേർത്ത് വെച്ച് നമ്മൾ കേൾക്കേണ്ടതുണ്ട്. 14-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുകയാണ്, ഫയഖൂലുല്ലദീന ളലമൂ, അതേ അക്രമികളായ ആളുകളുണ്ടല്ലോ, മുഅ്മിനുകളല്ലാതെ ജീവിച്ച സർവമാന ജനങ്ങളെയും അല്ലാഹ് പിന്നെ പരിചയപ്പെടുത്തുന്നത് ളാലിമീങ്ങളെന്ന അക്രമികളായ ആളുകളുണ്ടല്ലോ. അവര് പറയും, റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ ഒരല്പ സമയത്തേക്ക് ഞങ്ങൾക്ക് അവധിയൊന്ന് നീട്ടിത്തരുമോ? നുജിബ് ദഅവതക വനത്തബിഉർ റുസുല, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകാം, നിന്റെ പ്രവാചകരെ ഞങ്ങൾ ഇത്തിബാഅ് ചെയ്തുകൊള്ളാം. ഇത് പറയും, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകാം, അല്ലാഹുവേ നിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ പിന്തുടർന്നുകൊണ്ട് ആ പ്രവാചകരെ ഞങ്ങൾ എല്ലാ മേഖലകളിലും ഉൾക്കൊണ്ട് ജീവിച്ചുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ അങ്ങനെ ജീവിച്ചു കൊള്ളാമെന്ന് പ്രിയപ്പെട്ടവരെ അവര് വിളിച്ചു പറയുന്നതാണ്. 14-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വചനം. ഖുർആനിൽ വിശ്വാസമുള്ള ആളുകളാണല്ലോ നമ്മൾ, വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരല്ലേ. ഖുർആനിലൂടെ പറയുന്നതെല്ലാം പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യങ്ങളല്ലേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, സംസാരങ്ങൾ ഏറ്റവും നല്ല സംസാരം അല്ലാഹുവിന്റെ സംസാരമല്ലേ. ഇതിൽ ബാത്തിലില്ലല്ലോ, ഇതെല്ലാം ഹഖല്ലേ. അല്ലാഹ് പറയാണ് കേട്ടോ, നിങ്ങൾ ആ നിലക്ക് ജീവിതം നയിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അവസാനത്തെ സെക്കൻഡ് ഉണ്ടല്ലോ, നിങ്ങൾ വേർപിരിയുന്ന സമയമറിയുന്ന സമയമുണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമെന്ന് റബ്ബാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനിയോ ഇവിടം കൊണ്ട് തീരുന്നില്ല ഈ വിലാപത്തിന്റെ വർത്തമാനം. പിന്നെ അവനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവസരത്തിനു വേണ്ടിയുള്ള നിലവിളികൾ അങ്ങനെ ഉയരുന്നതാണ്. അവസാനം കത്തിച്ചൊലിക്കുന്ന തീനാളങ്ങൾക്ക് മുന്നിലേക്ക് അവൻ നിൽക്കുന്ന സമയമുണ്ടല്ലോ. ഖുർആനിന്റെ 6-ാം അധ്യായം 27-ാമത്തെ വചനവും പ്രിയപ്പെട്ടവരെ ഒന്ന് ശരിക്ക് കേട്ടുവെച്ചോ. അല്ലാഹ് പറയാണ്, വലൗ ചറാ ഇദ് വഖിഫൂ അലന്നാർ, ഈ ആളുകള് നരകത്തിന്റെ മുന്നിൽ നിൽക്കുന്ന കാഴ്ച കാണുമ്പോ, നരകത്തിന്റെ മുന്നിൽ നിൽക്കുന്ന കാഴ്ച കാണുമ്പോ പ്രിയപ്പെട്ടവരെ അല്ലാഹ് പറയാണ്, ഫഖാലൂ, ആ ജനങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും, നരകത്തിന്റെ അരികിൽ നിന്ന് ആളുകൾ വിളിച്ചു പറയുന്നു, യാ ലൈതനാ,
നുറജ്ജു വലാ നുകദ്ദിബ ബിആയാതി റബ്ബിനാ. ഒരു മടക്കം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ, ഒരവസരം കൂടി ഞങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ ഒരു കിതാബും അല്ലാഹുവിന്റെ ഒരു വചനവും പ്രവാചകന്റെ ഒരു വചനവും ഞങ്ങൾ കളവാക്കുകയില്ല, ഞങ്ങൾ തള്ളുകയില്ല, നിഷേധിക്കുകയില്ല. പിന്നെ പറയുന്ന വാക്കെന്താണെന്നറിയുമോ? വനകൂന മിനൽ മുഅ്മിനീൻ. ഞങ്ങള് മുഅ്മിനീങ്ങളിൽ ആവുകയും ചെയ്യും. സംശയമില്ല. കറകളഞ്ഞ മുഅ്മിനുകളായി ഈമാനുള്ളവരായി ഞങ്ങൾ ജീവിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ അവര് വിളിച്ചു പറയും. നരകത്തിന്റെ മുന്നിൽ നിന്ന്, നരകത്തിന്റെ മുന്നിൽ നിന്ന് അവര് വിളിച്ചു പറയും, ഞങ്ങൾ മുഅ്മിനീങ്ങളായി തീരുമെന്ന്. അപ്പൊ ഇതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഈ നിലക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ നിലക്കുള്ള വിളികള് ഉയരാനുണ്ട്. ഖുർആന്റെ 26-ാം അധ്യായം അതിന്റെ 102-ാമത്തെ വചനം. നേരത്തെ 6-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനം. ഇനി 26-ാം അധ്യായത്തിന്റെ 102-ാമത്തെ വചനത്തിലും അല്ലാഹു പറയാ, ഫലൗ അന്ന ലനാ കറതൻ ഫനകൂന മിനൽ മുഅ്മിനീൻ. ഞങ്ങൾക്ക് മടങ്ങി പോകാൻ സാധിച്ചാൽ ഞങ്ങൾ മുഅ്മിനുകളായി തീരും. ഒരവസരം ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ ഈമാനുള്ളവരായി തീരുമെന്ന് ഈ ആളുകൾ നിലവിളിച്ചു വിളിച്ചു പറയും. പക്ഷേ ഒരു അവസരമേ ഉള്ളൂ എന്ന് അല്ലാഹു കൃത്യമായി അറിയിച്ചു. മരണത്തോടുകൂടി തീരാണ്. പിന്നെ സമയമില്ല, പിന്നെ അവസരമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിലാപങ്ങൾക്ക് പിന്നെ ഒരു അർത്ഥവുമില്ല. പക്ഷെ പറയുന്ന വാക്കെന്താണ്? മുഅ്മിനുകളായി തീരും. അപ്പൊ നമ്മൾ എന്താവണം? ഈ ലോകത്ത് വെച്ചുകൊണ്ട് മുഅ്മിനുകളായി മാറാൻ നമുക്ക് സാധിക്കണം എന്നർത്ഥം. മുഅ്മിനുകളായി മാറാൻ നമുക്ക് സാധിക്കണം. ഈമാനുള്ള ആളുകളായി നമുക്ക് മാറാൻ സാധിക്കണം. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വചനങ്ങൾ ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. ഇതുവരെ നമ്മൾ കേട്ട ആയത്തുകൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗം പണിതിട്ടുള്ളത് മുഅ്മിനുകൾക്ക് വേണ്ടിയാണ്. ആ മുഅ്മിനുകൾ എങ്ങനെയുള്ളവരാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആയത്തിലൂടെ അറിയിച്ചത്. അവരായി നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിലപിക്കും. മുഅ്മിനുകളായി ഞങ്ങൾ ജീവിച്ചു എന്ന് പറയും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത്തരമൊരവസ്ഥയിലേക്ക് എത്താതിരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകൾ ഒന്നുകൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറയാണ്, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഅ്മിന ബിഅർബഇൻ. 4 കാര്യങ്ങളിൽ കൃത്യമായി വിശ്വസിക്കുന്നതുവരെ ഒരു അടിമ മുഅ്മിനാവുകയില്ല. 4 കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. അത് ഓരോ ഹദീസുകൾ ഇങ്ങനെ ചില കാര്യങ്ങളുടെ മഹത്വങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ആ നിലക്കുള്ള പ്രയോഗങ്ങളാണ്. ഈ ഹദീസിൽ പരാമർശിച്ച 4 കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത്തത് ബില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സംസാരിച്ചു വന്ന വിഷയം അതായിരുന്നു. അല്ലാഹുവിലുള്ള വിശ്വാസം, അൽ-ഈമാനു ബില്ലാഹ്. അതിൽ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ മാസം സംസാരിച്ചത്. എല്ലാത്തിലും അല്ലാഹു ഏകനാണ്. റൂബിയത്തിലായാലും അസ്മാഉ വ സിഫാത്തിലായാലും യാതൊരു പങ്കാളിയും അല്ലാഹുവില്ല. ഇതിൽ അടിയുറച്ച് വിശ്വസിക്കണം. ഇതിൽ അടിയുറച്ച് വിശ്വസിക്കണം. അല്ലാഹുവിന് ഒരു പങ്കാളിയുമില്ല.
അഥവാ റബ്ബിനെ പോലെ കാണാൻ, കേൾക്കാൻ, കാര്യങ്ങൾ അറിയാൻ ലോകം നിയന്ത്രിക്കുന്ന ഒരാളുമില്ല. അല്ലാഹുവിന് തുല്യനായി ഒരാളും തന്നെയില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതാണ് ഒന്ന്. ഇതിലുള്ള വിശ്വാസത്തിൽ ഒരു ന്യൂനതയും പോരായ്മയും സംഭവിക്കാൻ പാടില്ല. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വ അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവണം. എന്താണ് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് നബി എന്ന ഒരാള് പറയുന്നതിലൂടെ 4 കാര്യങ്ങൾ അയാൾ അംഗീകരിക്കേണ്ടതുണ്ട്. മഹാനായ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹു അദ്ദേഹത്തിന്റെ അൽ-ഉസൂലുൽ സലാസ എന്ന കിതാബിലൂടെ രേഖപ്പെടുത്തുകയാണ്, മഅനാ ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് എന്ന ഷഹാദത്തിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? അത് ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ത്വാഅതുഹു ഫീമാ അമറാ, ആ റസൂലുള്ള എന്താണോ കൽപ്പിച്ചത് അത് അനുസരിക്കണം. വതസ്ദീഖുഹു ഫീമാ അഖ്ബറാ, അവിടുന്ന് പറഞ്ഞതെല്ലാം സത്യപ്പെടുത്തണം. എന്തൊക്കെ കാര്യങ്ങളാണോ ഹദീസിന്റെ വെളിച്ചത്തില് സ്വഹീഹായ നിലക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്, അവിടെ പ്രിയപ്പെട്ടവരെ ഒന്നും തള്ളാനില്ല, എല്ലാം കൊള്ളാനുള്ളതാണ്, എല്ലാം സത്യപ്പെടുത്തേണ്ടതാണ്. അവിടുന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന്, എന്തിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്. ഇല്ലാ ബിമാ ശറഅ, അല്ലാഹുവിന്റെ റസൂല് ഇബാദത്തായി പഠിപ്പിച്ച കാര്യങ്ങൾ കൊണ്ട് മാത്രം അല്ലാഹുവിനെ ആരാധിക്കുന്നവരായിരിക്കണം നമ്മള്. നമ്മുടെ വകയായി പുതിയതൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. റസൂലുള്ളയാണ് ദീന് നമുക്ക് പഠിപ്പിച്ചു തരാൻ വന്നത്. ഇതാണ് റസൂലുള്ളാഹിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ, അല്ലേ? ഈ 4 കാര്യങ്ങൾ കൃത്യമായി അവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നീട് റസൂലുള്ള പറയുന്ന 3ാമത്തെ കാര്യം എന്താണെന്ന് അറിയുമോ? വബിൽ ബഅസി ബഅദൽ മൗതി, മരണമെന്ന് പറയുന്നത് ജീവിതത്തിന്റെ എൻഡല്ല, ജീവിതത്തിന്റെ തുടക്കമാണ്. മരണശേഷം നീ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇതിലും നിനക്ക് വിശ്വാസം ഉണ്ടാവണം. 4ാമത് പറയാണ് വൽ ഖദരി, അതേ അല്ലാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം, നന്മയും തിന്മയും എല്ലാം റബ്ബിൽ നിന്ന് സംഭവിക്കുന്നതാണ്. ആ വിശ്വാസവും നിനക്കുണ്ടാവണം. ഈ 4 കാര്യങ്ങൾ പഠിപ്പിക്കുക അല്ലാഹുവിന്റെ റസൂൽ. ഇതിൽ 4ലും അടിയുറച്ച വിശ്വാസം ഒരാൾക്ക് ഇല്ലെങ്കിൽ മുഅ്മിനല്ല, അവൻ മുഅ്മിനല്ല. ഇന്ന് നമുക്കറിയാം ചില ആളുകളൊക്കെ ബർസഖിലുള്ള ആ ഒരു അദാബിനെ കുറിച്ച് നിഷേധിക്കുന്ന സാഹചര്യമൊക്കെ കാണാറുണ്ട്. ഖബറിലെ അദാബ്, അതിനെ പരിഹസിക്കുന്ന മരണത്തെ അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നൽ മൗത ഫസഅ, അത് ഭീതിജനകമാണ്, മരണം വല്ലാത്ത പ്രയാസമാണ് എന്നൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. പക്ഷേ ഇന്ന് പല ആളുകളും മരണത്തിന് ഒരു വേദനയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുതിയ ചില ആളുകൾ ഇങ്ങനെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന സങ്കടകരമായ ഒരു സാഹചര്യം, അല്ലേ? ഈമാൻ എന്ന ഊട്ട, അല്ലാഹു പരിചയപ്പെടുത്തിയ സ്വർഗ്ഗത്തിന്റെ അവകാശികളായ മുഅ്മിനീങ്ങൾ എന്ന ഗണത്തിൽ ഇത്തരം ആളുകൾ ഉൾപ്പെടുകയില്ല എന്നതാണ്
പൊന്നു രക്ഷിതാക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനോട് ചേർത്തി തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറ്റൊരു ഹദീസിലും ഈ 4 കാര്യങ്ങൾ വേറെയും പറഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഈ വിശ്വാസമുള്ള ആളുകളാണ് സത്യത്തിൽ ഈമാനുള്ളവരെന്ന് അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇനി മറ്റൊരു ഹദീസിൽ മുഅ്മിനുകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്താ റസൂൽ പറയാണ്? മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു പറഞ്ഞു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാ, ലാ യുഅ്മിനു അഹദുക്കും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് അദ്ദേഹം പറയാണ്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ വിശ്വാസിയാവുകയില്ല. ഒരാൾക്ക് ഈമാനില്ല, അവന്റെ മനസ്സിനകത്ത് റബ്ബിലും പരലോകത്തിലും വേദഗ്രന്ഥത്തിലും അതുപോലെ തന്നെ പ്രവാചകന്മാരിലും മലായികത്തിലും ഒന്നും വിശ്വാസമില്ല. എങ്ങനെയാണെങ്കിൽ ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിതു ബിഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരുവന്റെ ഇഷ്ടം അത് ഞാൻ കൊണ്ടുവന്നതിനോട് ആകുന്നത് വരെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിധിവിലക്കുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് എന്താണോ സ്വീകരിക്കാൻ പറഞ്ഞത് അതിനോടായിരിക്കണം നമ്മുടെ ഇഷ്ടം, അതിനോടാവണം നമ്മുടെ താല്പര്യം. അതുവരെ വിശ്വാസികളാവുകയില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, നമ്മുടെ വസ്ത്രം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു രൂപമുണ്ട്, ആണിനായാലും പെണ്ണിനായാലും. അതിനോട് നമുക്ക് താല്പര്യമില്ലെങ്കിൽ, ആ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്നതിനോട് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ, നമ്മൾ മുഅ്മിനല്ല, മുഅ്മിനത്തല്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇഷ്ടം റസൂല് പഠിപ്പിച്ചതിനോട്, മുഅ്മിനുകൾ എന്ന് പറഞ്ഞവരാ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിനോടായിരിക്കണം അവർക്ക് ഇഷ്ടം. ആ റസൂല് പഠിപ്പിച്ചതിനെ വെറുക്കുന്നവരല്ല, അതിനെ സ്നേഹിക്കുന്ന ആളുകൾ, അതിനോട് മഹബ്ബത്തുള്ളവർ, അവരാണ് മുഅ്മിനീങ്ങൾ. ഇത് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, കൃത്യമായി അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ കാണാൻ സാധിക്കും. കണ്ണുകൊണ്ട് ഹറാമ് കാണുക, കാതുകൊണ്ട് ഹറാമ് കേൾക്കുക, അതേപോലെ തന്നെ നാവ് കൊണ്ട് ഹറാമ് സംസാരിക്കുക, ഇതൊക്കെ വിലക്കപ്പെട്ട കാര്യങ്ങളാ. ഇതെല്ലാം പാടില്ലെന്ന് കൃത്യമായി ആയത്തിലൂടെ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടതാ. പക്ഷെ പിന്നെയും അതിനോട് താല്പര്യം, അതിനോടൊരു ഇഷ്ടം കൂടുതൽ, അത് പറയാൻ, അത് കാണാൻ, അത് കേൾക്കാൻ. അത്തരമൊരു സാഹചര്യം നമ്മിൽ ഉണ്ടെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, അവര് മുഅ്മിനുകളല്ല, അവരിൽ ഈമാനില്ല. അതുകൊണ്ടാ റബ്ബ് സൂറത്തുൽ ബഖറയിൽ നേരത്തെ പറഞ്ഞത്, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവര് പറയുന്നു ഞങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, പരലോകത്തിൽ വിശ്വാസമുണ്ട്, അല്ലാഹ് വിധി പറഞ്ഞു, വമാ ഹും ബിമുഅ്മിനീൻ. അതെന്തുകൊണ്ടാ? ഇത്തരം ചില സ്വഭാവങ്ങൾ കൂടി അറിയിച്ചുകൊണ്ടാ റബ്ബ് പറയുന്നത് വിശ്വാസികളാവൂല. കേവലം അതര വ്യായാമം കൊണ്ട് മാത്രം കാര്യമില്ല, ജീവിതത്തിൽ പ്രാക്ടിക്കലായി വരേണ്ട കാര്യങ്ങളാണ്, അല്ലേ? അപ്പൊ റസൂലുള്ള കൊണ്ടുവന്നതിനോടായിരിക്കണം നമുക്ക് ഇഷ്ടം. ഇനിയോ നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു, ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഅ്മിന ബിൽ ഖദരി. നേരത്തെ പറഞ്ഞില്ലേ, ഖദറിൽ വിശ്വസിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാൾ വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഖൈരിഹി വശർരിഹി ഹത്താ യഅലമ അന്നമാ അസ്വാബഹു ലം യകുൻ ലിയുഖ്തിഅഹു വഅന്നമാ അഖ്തഅഹു ലം യകുൻ ലിയുസീബഹു. ഒരാൾ വിശ്വസിക്കണം, അതായത് തനിക്ക് ബാധിച്ച കാര്യം, തനിക്ക് എന്താണോ ബാധിച്ചത് അത് തന്നിൽ നിന്ന് തെറ്റിപ്പോകാനുള്ളതല്ല, തനിക്ക് വരാനുള്ളതാണ്. തനിക്ക് ബാധിക്കാനുള്ളതാണ്. ഇനിയോ തനിക്ക് ബാധിക്കാത്തത് തനിക്ക് വരാനുള്ളതല്ല എന്ന് വിശ്വസിക്കണം. തനിക്ക് ജീവിതത്തിൽ എന്തെല്ലാം വന്നിട്ടുണ്ടോ പ്രയാസങ്ങളായി, അത് തനിക്ക് വരാനുള്ളത് തന്നെയാണ്. അല്ലേ? വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം 51-ാമത്തെ വചനം അല്ലാഹു പറയാ, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. നബിയേ, ജനങ്ങളോട് പറ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ബാധിക്കുകയില്ല. ഈ വിശ്വാസമുള്ള ഒരാള് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങള് ശാരീരികമായോ സാമ്പത്തികമായോ മാനസികമായോ ഉണ്ടാകുമ്പോഴേക്ക് തളരൂല. ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അല്ലാഹുവിൽ വിശ്വാസമുള്ള, പരലോക വിശ്വാസമുള്ള ഒരാളും അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് പോകൂല. ചില ആളുകള് ചെയ്യൂല, ഓൻ പറയും ആത്മഹത്യ ചെയ്യാനെങ്ങാനും ഒരു അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യും. ചെല്ലാത്തോണ്ടാണ്. അതുവരെ പറയാൻ പറ്റൂ? അങ്ങനെ വരെ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചത് ഇങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിൽ എന്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഈമാന്റെ പവറാ, തളരൂല. കാരണം എന്താ? ഇത് വരാനുള്ളതാ. ഇത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ റബ്ബ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റബ്ബിലുള്ള വിശ്വാസമാണ്, ഖളാ ഖദറിലുള്ള വിശ്വാസമാണ്. അങ്ങനെയുള്ള വിശ്വാസം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. ഒരിക്കലും നമ്മൾ പറയില്ലേ, കുടുംബപരമായ മേഖലയിലൊക്കെ ചില ആളുകൾ പറയും, എന്താ ഇവിടെ വന്ന അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടപ്പാട്, അല്ലേ? പറയില്ലേ? ഒക്കെ പറയും നമ്മൾ. പക്ഷെ നമ്മൾ സഹിക്കാൻ വേണ്ടി എന്തിനാ ഈ പരീക്ഷണങ്ങൾ അല്ലാഹു നൽകുന്നത്? എന്തിനാ? ഒരു ഹദീസിലുണ്ട് പ്രിയപ്പെട്ടവരെ, അത് കൃത്യമായി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വരൂല. എന്തറിയോ? ചില ആളുകൾക്ക് സ്വർഗം ലഭിക്കാൻ അമലുകൾ കുറവായിരിക്കും, അമലുകൾ കുറവുണ്ടാവും. അത്തരം ആളുകൾക്ക് പടച്ച റബ്ബ് പരീക്ഷണങ്ങൾ കുറച്ചധികം കൊടുക്കും. എന്തിനറിയോ? അവരെ ക്ഷമിച്ച് അങ്ങനെ സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ, അങ്ങനെ സ്വർഗം അവർക്ക് ലഭിക്കാൻ വേണ്ടി പടച്ച റബ്ബ് നൽകുന്ന ചില പ്രത്യേകമായ അവസരങ്ങളായി ജീവിതത്തിലെ പരീക്ഷണങ്ങളെ കാണാൻ ഒരു വിശ്വാസിക്ക് കഴിയും, ഈമാനുള്ള ആളുകൾക്ക്. അപ്പൊ എന്തൊന്ന് ബാധിച്ചാലും അത് എന്റെ ജീവിതത്തിൽ ബാധിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി സമാധാനം കണ്ടെത്തുന്നവരായിരിക്കും വിശ്വാസികള്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇത്തരത്തിലുള്ള
ഒരു വിശാലമായ മേഖലയിലൂടെ സഞ്ചരിക്കുന്നവരാ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിലും ആഖിറത്തിലും അതുപോലെ പ്രവാചകന്മാരിലും കിതാബുകളിലും മലായികത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളെങ്കിൽ അവരെ സംബന്ധിച്ചാണ് മുഅ്മിൻ എന്നും മുഅ്മിനത്തി എന്നും ഒക്കെ പറയാൻ പറ്റുള്ളൂ എങ്കിൽ അവരായി നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ? സ്വന്തത്തോട് ചോദിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇതിന് വിരുദ്ധമായ പലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ തിരുത്തി വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ചില കാര്യങ്ങൾ എന്തൊക്കെയാ? അവിടുന്ന് പറയുന്നു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൽ ഈമാൻ വൽ ഹസദ്. ഫീ ഖൽബി അബ്ദിൻ, ഒരു അടിമയുടെ ഹൃദയത്തിൽ ഒന്നിക്കുകയില്ല. അൽ ഈമാനു വൽ ഹസദ്, ഈമാനും അസൂയയും ഒന്നിക്കുകയില്ല. എന്താ? ഈമാനുള്ള ആളുകളിൽ അസൂയ ഉണ്ടാവുകയില്ല. അസൂയ എന്ന് പറഞ്ഞാൽ ഒരുത്തന് കിട്ടിയത് നീങ്ങിപ്പോകാനുള്ള ആഗ്രഹമുണ്ടാകലും കിട്ടാൻ പാടില്ല എന്ന ആഗ്രഹമുണ്ടാവലും അസൂയയാണ്. അല്ലേ? ഒരാൾക്ക് കിട്ടിയ ഖൈറ് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയും ഒരാൾക്കൊരു ഖൈറ് കിട്ടാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുകയും ഇത് അസൂയയാണ്. ഇത് ഈമാനുള്ള ഒരാളിൽ ഉണ്ടാവുകയില്ല. ആലോചിച്ചോക്കൂ നിങ്ങൾ, ഈമാനുള്ള ഒരാളിൽ. മഹാനായ മൂസ നബി അലൈഹിസ്സലാമ തനിക്ക് നുബുവത്ത് കിട്ടിയപ്പോ അള്ളാഹിനോട് പറയുന്നുണ്ട്, പടച്ചോനെ എന്റെ സഹോദരൻ ഹാറൂനും അല്ലാഹ് ഈ അവസരം നീ നൽകണേ, ഈ തൗഫീഖ് നൽകണേ, ഈ അനുഗ്രഹം നൽകണേ അല്ലാഹ്. തന്റെ കൂടപ്പിറപ്പിനും ഇത് കൊടുക്കാൻ. അപ്പൊ ഒരാൾക്ക് ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും ഉണ്ടാകണം എന്നാഗ്രഹിക്കുക. അല്ലാതെ ഒരുത്തന്റെ അനുഗ്രഹം നീങ്ങിപ്പോകാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടാകാൻ പാടില്ല. കിട്ടരുത് എന്നും ആഗ്രഹിക്കാൻ പാടില്ല. അത് ഈമാനുള്ള ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാവുകയില്ല എന്നതാണ്. അപ്പൊ നമ്മിൽ അസൂയ ഉണ്ടെങ്കിൽ നമ്മൾ ആരായിട്ടില്ല? നമ്മൾ മുഅ്മിനായിട്ടില്ല. ലോകത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ മുഴുവനും കാരണം അസൂയയായിരുന്നു. ആദം അലൈഹിസ്സലാമിന്റെ ഒരു മകൻ മറ്റൊരു മകനെ കൊലപ്പെടുത്തിയതിന്റെ പിന്നിലും വലിയ റോള് അസൂയക്ക. അല്ലേ? ഒരാളുടേത് അല്ലാഹു സ്വീകരിച്ചു നേർച്ച, മറ്റൊരുത്തൻ്റെത് സ്വീകരിച്ചില്ല, അതിലുള്ള പ്രശ്നമായിരുന്നു. ഒരാൾക്ക് കിട്ടിയത് തനിക്ക് വന്നതിലുള്ള ആ കലിപ്പ്, ആ ഒരു പ്രശ്നമായിരുന്നു. അവിടെ വില്ലൻ അസൂയയാണ്. അങ്ങനെ തുടങ്ങി പ്രവാചകന്മാരെ പലരും നിഷേധിച്ചതിന്റെ പിന്നിലുള്ള കാരണവും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നപ്പോ മക്കയിലെ പ്രമാണിമാർ സ്വീകരിക്കാത്തതിന്റെ കാരണം അസൂയയാണ്. അവരിൽ പ്രമാണിമാർക്ക് കിട്ടാതെ പോയതിൽ ഉള്ള ആ ഒരു അസൂയ. അവര് പറയാറുണ്ടായിരുന്നു, ത്വായിഫയിലെയും ഇതിനർഹരായ എത്ര ആളുകളുണ്ട്, അവർക്കൊന്നും കിട്ടാതെ മുഹമ്മദിനാണോ ഇത് കിട്ടിയത് എന്നതിൽ. അതുകൊണ്ട് ഒരു ഈമാനുള്ള വ്യക്തിയില് അസൂയ കടന്നു വരികയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ലാ യജ്തമിഉ ശുഹുൻ വ ഈമാനുൻ ഫീ ഖൽബി റജുലിൻ മുസ്ലിമിൻ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തില് ഈമാനും പിശുക്കും ഒന്നിക്കുകയില്ല. ഈമാനുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ പിശുക്ക് കടന്നു വരികയില്ല.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക്, അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന മാർഗങ്ങളിലേക്ക് സമ്പത്ത് ചെലവഴിക്കാൻ താല്പര്യമുള്ള ആളുകളാണ് ഈമാനുള്ള ആളുകള്. ഖുർആനിന്റെ തുടക്കത്തിലേ റബ്ബ് പറഞ്ഞതല്ലേ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ പ്രത്യേകതകളായി അല്ലെങ്കിൽ മുത്തഖീങ്ങളുടെ പ്രത്യേകതകളായി ഒന്നാമത് അല്ലാഹു പറഞ്ഞത് അവർ അദർശ വിശ്വസിക്കുന്നവരാണ്. ആ വിശ്വാസത്തിന്റെ തണലിൽ പിന്നെയതാ നമസ്കാരം നിലനിർത്തുന്നവരാണ്. റബ്ബ് നൽകിയത് റബ്ബിന് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ചെലവഴിക്കുന്ന ആളുകളാണ്, പിശുക്ക് കാണിക്കുന്നവരല്ല. പ്രിയപ്പെട്ടവരെ, ഭൗതികമായ മേഖലകളിലേക്ക് എത്രമാത്രം സമ്പത്ത് ചെലവഴിക്കുന്നവരാ ഒരു വിവാദത്തിന്റെ വേദിയിൽ. പ്രിയപ്പെട്ടവരെ, എത്ര സമ്പത്താണ് ഒരു ദിവസം പൊടിക്കുന്നത് ആളുകള്. അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് എത്രമാത്രം നൽകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് ലക്ഷങ്ങൾ വെറുതെ പൊട്ടിച്ചു എത്ര ആളുകളാണ്. പ്രിയപ്പെട്ട സഹോദരാ, റബ്ബിന് ഇഷ്ടപ്പെടുന്ന റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് അത് ഒന്നാണെങ്കിൽ പടച്ച റബ്ബ് നിനക്ക് 700 ഇരട്ടി തരുമെന്നല്ലേ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. അത് ഈമാനുള്ളവന്റെ പ്രത്യേകതയാണ്. അവൻ ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കുന്നവനാണ്. പരലോക ജീവിതത്തിലേക്ക് മാത്രമല്ല, ഹലാലായ രൂപത്തിൽ സമ്പാദിച്ച ഹലാലായ മാർഗത്തിലൂടെ മാത്രം സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് മുഅ്മിനീങ്ങളാ. അത് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞതാണ്, കല്ലാ ഹാലവാ നസാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അജ്ബറ വതവല്ലാ വജമഅ ഫഔആ. നരകം ചില ആളുകളെ മാടി വിളിക്കുകയാണ്. ആരൊക്കെയാണെന്നറിയുമോ? റബ്ബിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് തിരിഞ്ഞുകളഞ്ഞ ആളുകള്. അതിൽ അല്ലാഹു എടുത്തു പറഞ്ഞു, സമ്പത്ത് ഇങ്ങനെ ശേഖരിച്ച് അതിങ്ങനെ എണ്ണിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ആർക്കും നൽകാതെ പിടിച്ചു വെച്ച് പോകുന്ന ആളുകളുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, വലിയ വലിയ സമ്പന്നനായിരുന്നു ഫറോവ ചക്രവർത്തി. അല്ലാഹു വിശുദ്ധത്തിലൂടെ അവന്റെ മരണത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, എത്ര തോട്ടങ്ങളും വലിയ വലിയ കൊട്ടാരങ്ങളും വിട്ടേച്ചുകൊണ്ടാണ് അവൻ പോകുന്നത്. ഒരു നാണയത്തുട്ട് പോലും പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകാത്ത വിധത്തിലല്ലേ നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്നത്. ഒരു പാട്ടിലൂടെ നമ്മൾ കേട്ടിരുന്നല്ലോ, എന്താണ്, കഫംപുടവക്ക് കീശയില്ല എന്ന് പറഞ്ഞ് അർത്ഥവത്തായ ചില വരികളുണ്ടായിരുന്നു. കഫംപുടവക്ക് കീശയില്ല എന്ന് പറഞ്ഞ് മുൻകർ നക്കീർ കൈക്കൂലി വാങ്ങുകയില്ല എന്നൊക്കെ പറഞ്ഞ ചില വരികൾ കേട്ടിരുന്നു. അപ്പൊ ഈമാൻ ഹൃദയത്തിനകത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്ത് ചെലവഴിക്കപ്പെടും. അവൻ കൃത്യമായി പഠിച്ചു, അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കണമെന്ന് റബ്ബ് കൽപ്പിച്ചതാണ്. അത് മരണത്തിന് മുമ്പ് കൊടുക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കി ജീവിക്കുന്നവനായിരിക്കും. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫജ്തനിബുൽ ഖംറ, മദ്യം നിങ്ങൾ ഒഴിവാക്കണേ, ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ ഒഴിവാക്കണേ. فإنه والله لا يجتمع والإيمان أبدا.
ഒരിക്കലും ഇതും ഈമാനും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒന്നിക്കുകയില്ല. ഈമാനുള്ള ഒരാളിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഉണ്ടാവുകയില്ല. അത് എത്ര ചെറുതായാലും എത്ര വലുതായാലും, അത് കഴിക്കുന്നതായാലും കുടിക്കുന്നതായതായാലും ചവക്കുന്നതായാലും എങ്ങനെയൊക്കെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രൂപത്തിലുള്ളതാണെങ്കിലും എന്തെല്ലാം പേരുകളിൽ അതിനെ വിളിച്ചാലും ശരി, ഈമാനുള്ളവന്റെ ജീവിതത്തില് ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പറയുന്നുണ്ട്. ഇല്ല യൂശിക അഹദുഹുമാ അയ്യുഖ്രിജ സ്വാഹിബാ. അതിലൊന്ന് ഉണ്ടെങ്കിൽ മറ്റൊന്ന് പുറത്താക്കാനാണ്. ഒരാളിൽ ഈമാൻ ഉണ്ടെങ്കിൽ ലഹരില്ല. ഒരാളിൽ ലഹരിയുടെ ഉപയോഗമുണ്ടെങ്കിൽ അവനിൽ ഈമാനില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമുണ്ടെങ്കിൽ ഈമാനില്ല. അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഒരു തഫ്സീറായി ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാ. അതാ തുടക്കത്തിലെ ചില ആയത്തുകൾ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഒരു വിഷയത്തിൽ എന്താണോ റബ്ബ് പറഞ്ഞത്, റസൂൽ പറഞ്ഞത്, അത് അതുപോലെ അനുസരിക്കുന്നവനാണ് മുഅ്മിൻ. അപ്പൊ ഈ പറയപ്പെട്ട ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അത് ഇന്നൊരു വലിയ ചർച്ചയാണല്ലോ, വലിയ ഒരു പ്രയാസമാണല്ലോ. ചെറുമക്കളിൽ വരെ അതിന്റെ ഉപയോഗം വന്നുകൊണ്ടിരിക്കുന്നു എന്നത് പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, അതിലൂടെ അത് ഉമ്മുൽ ഖബായിസ്, സർവ്വ തിന്മകളുടെയും മാതാവാണ് ലഹരി എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആൺപെൺ വ്യത്യാസമില്ലാത്ത നമ്മുടെ മക്കളിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന അധാർമികമായ വ്യത്യസ്തമായ പ്രവർത്തനങ്ങള് അല്ലേ, എന്തൊക്കെയാ നടമാടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിന്റെയും വില്ലൻ ഈ നുണയുന്ന ലഹരി പദാർത്ഥങ്ങൾ തന്നെയാണ്. സഹപാഠിയെ കൊലപ്പെടുത്താനും മാതാപിതാക്കളെ കൊലപ്പെടുത്താനുമൊക്കെ മക്കൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന രൂപത്തിൽ വളർന്നു വരുമ്പോ അതിന്റെ പിന്നിലെ വില്ലൻ ഈ ലഹരിയാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് ഒഴിവാക്കി നമ്മുടെ മക്കളിൽ നിന്ന് അത് ഒഴിവാക്കാനുള്ള എല്ലാ ശ്രദ്ധയും പ്രിയപ്പെട്ടവരെ നമ്മിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഒരു മുഅ്മിനുള്ള ഒരു മുഅ്മിനീങ്ങളായി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന് പ്രാർത്ഥിക്കുന്നവരാ നമ്മളെങ്കിൽ എല്ലാവരിലും ഒരു ശ്രദ്ധ നമുക്കുണ്ടാവണം. കുടുംബത്തിലെ ഉമ്മയും ഉപ്പയും മക്കളും ഒക്കെ ഇത് പ്രാർത്ഥിക്കുന്നവരാവണമല്ലോ, ഇത് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അപ്പൊ എല്ലാവരിലുമുള്ള ഒരു ശ്രദ്ധ ആ വിഷയത്തിലും ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചില തിന്മകള് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. എന്താണ് അവിടുന്ന് പറഞ്ഞു? ലാ യസ്നി അസ്സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരാൾ മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുകയില്ല. മുഅ്മിനായിക്കൊണ്ട് ഒരാൾ വ്യഭിചരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈമാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തില് അനാവശ്യമായ മാർഗത്തിലൂടെയുള്ള അവന്റെ ലൈംഗികമായ ദാഹം പൂർത്തീകരിക്കാനുള്ള ഒരു മാർഗവും അവൻ തേടുകയില്ല. അന്യ പെണ്ണിനോട് അന്യ പുരുഷനോട് അത് മെസ്സേജ് ആണെങ്കിലും കോളിലൂടെയാണെങ്കിലും ഒരു നിലക്കുമുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹു മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി പറഞ്ഞ സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു പറഞ്ഞതല്ലേ, അവര് തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞില്ലേ, ചില വഴികള് അവർക്ക് അനുവദിച്ചു കൊടുത്ത വഴിയെന്ന് പറയുന്നത് അല്ലാഹു അനുവദിച്ച വിവാഹമാം, അനുവദിച്ചു കൊടുത്ത ഇണകളാണ്. ഫമനിബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ
അതിനപ്പുറം ഏത് വഴി ആര് സ്വീകരിച്ചാലും ശരി, ഹറാമായ ഏത് മാർഗം അതിനുവേണ്ടി ആര് കണ്ടെത്തിയാലും, അത് സ്വയം ചെയ്യുന്ന ഏതേത് പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും പോൺ സൈറ്റുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്റെ തോന്നിവാസത്തിന് ഒരാൾ തയ്യാറാവുകയാണെങ്കിലും അത് ഈമാനുള്ളവന്റെ പ്രവൃത്തിയല്ല. അവൻ അല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ല, അവന് പരലോക വിശ്വാസമില്ല, അവന് പ്രവാചകരിൽ വിശ്വാസമില്ല എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലും അതാ പറഞ്ഞത്, ഈമാനുള്ള ഒരാള് ഈമാനുള്ള അവസ്ഥയിൽ വ്യഭിചരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഒരാള് വ്യഭിചാരത്തിന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അതൊരു മെസ്സേജ് ആവാം. ഏത് തോന്നിവാസമാണെങ്കിലും ശരി, അവനിൽ നിന്ന് ഈമാൻ ആ സമയമങ്ങ് നഷ്ടപ്പെട്ടു പോകും. ആ സമയമങ്ങ് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ്, ഇദാ സനർ റജുലു ഖറജ മിൻഹുൽ ഈമാൻ, ഒരാള് വ്യഭിചരിക്കാൻ തയ്യാറായാൽ, അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ഒരാൾ സമയം ചെലവഴിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഖറജ മിൻഹുൽ ഈമാൻ, അവനിൽ നിന്ന് ഈമാൻ പുറത്തു പോകുന്നു. ഈമാന് പുറത്തു പോകുന്നു. കാന അലൈഹി കല്ലുല്ലാം, അതവന്റെ തലയുടെ മുകളിൽ ഒരു കൊട പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. ഫഇദാ ഖതഅ റജഅ ഇലൈഹിൽ ഈമാൻ, ആ തോന്നിവാസം അവസാനിപ്പിച്ചാൽ, അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ ഈമാൻ അവനിലേക്ക് മടങ്ങി വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനിയോ റസൂൽ പറഞ്ഞു, വലാ യസ്രിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ, ഈമാനുള്ള അവസ്ഥയിൽ ഒരാൾ മോഷണം നടത്തുകയില്ല. അന്യന്റെ സ്വത്ത് അത് ഏത് മേഖലയിലൂടെയും തട്ടിപ്പ് കാണിച്ച്, വെട്ടിപ്പ് കാണിച്ച്, ഒരാളെ ചൂഷണം ചെയ്ത് പറ്റിച്ചു, വഞ്ചന കാണിച്ച് ഒരു തന്റെ സ്വത്തും കട്ടെടുക്കാൻ ഒരു നിലക്കും ഒരു മുഅ്മിന് തയ്യാറുകയില്ല. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട് ഒരാളും വ്യഭിചരിക്കുകയില്ല, കള്ളു കുടിക്കൂല, ലഹരി പദാർത്ഥം ഉപയോഗിക്കുകയില്ല എന്ന് നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ആ ഭാഗം കൂടി റസൂലുള്ളാഹി വീണ്ടും പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ഈമാൻ എന്ന ആ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയിക്കാനുള്ള ചില മാർഗങ്ങളായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ഈ വഴികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ പറയപ്പെട്ട നിലക്കുള്ള ആയത്തുകളും ഹദീസുകളും ഒക്കെ ജീവിതത്തില് അത് പ്രാവർത്തികമാക്കി വിട്ടുനിൽക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതവര് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താൻ സാധിച്ചില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില ആയത്തുകൾ കൂടി അവസാനമായി ഒന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മൾ കൊണ്ടുപോകുക ചില ആയത്തുകൾ കൂടി ഈ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ. ഏതെന്നറിയോ? 39-ാം അധ്യായം സൂറത്തു സുമർ, അതിന്റെ 55 മുതൽ 59 വരെയുള്ള ആയത്തുകൾ. വിശദീകരിക്കാതെ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെ വായിച്ചാൽ തന്നെ കാര്യങ്ങൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. എന്താ അല്ലാഹ് പറയാ? വത്സബിഉ أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون. നിങ്ങൾ ഓർക്കാതിരിക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ നിന്ന് ഏറ്റവും ഉത്തമമായത് നിങ്ങൾ പിന്തുടരുക. ഈ പെട്ടെന്നുള്ള ശിക്ഷ എന്ന് പറയുന്നത് പണ്ഡിതന്മാരൊന്ന് പറഞ്ഞത് പെട്ടെന്നുള്ള മരണമാവാം. തൗബ ചെയ്യാൻ പോലും സമയം കിട്ടാതെ മരണപ്പെട്ടേക്കാം.
തൗബ ചെയ്യാൻ പോലും സമയം കിട്ടാതെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യ്, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതിൽ നിന്ന് നല്ലത് പിന്തുടര്. അല്ലാഹു പഠിപ്പിച്ച കുറെ ചീത്ത കാര്യങ്ങളുണ്ട് വിട്ടു നിൽക്കാൻ പറഞ്ഞത്, അതിന്റെ പിന്നാലെ പോകരുത്. നന്മകളായി പഠിപ്പിച്ചത് മാത്രം നിങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. എന്താ കാരണമെന്നറിയുമോ? അന്തഖൂല നഫ്സുൻ യാ ഹസ്റതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വഇൻ കുൻതു ലമിനസ് സാഖിരീൻ. അല്ലെങ്കിൽ ഏതൊരാളും പറഞ്ഞേക്കും, എന്താ പറയാ? യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ കഷ്ടമേ, അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് ഞാൻ ചെയ്യേണ്ടതിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ. തീർച്ചയായും ഞാൻ പരിഹസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ആയിപ്പോയല്ലോ എന്ന് വല്ല വ്യക്തിയും പറഞ്ഞേക്കുമെന്നതിനാലാണ് അല്ലാഹ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കേട്ടിട്ടും അത് സ്വീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതിനെ പരിഹസിക്കലാണ്. ഒരു ആയത്ത്, ഹദീസ്, അതിലെ നന്മ നമ്മൾ കേട്ടു, അത് സ്വീകരിക്കാതിരിക്കല, വില കൽപ്പിക്കാതിരിക്കല. നമ്മൾ കേട്ട തിന്മകളിൽ നിൽക്കാൻ നാം തയ്യാറാകുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ അധ്യാപനങ്ങളെ പരിഹസിക്കല. മക്കയിലെ മുശ്രിക്കുകൾ പരിഹസിച്ചില്ലേ? അവര് കേട്ടു, അവരനുസരിക്കാൻ തയ്യാറായില്ല. അനുസരണമില്ലാത്തത് പരിഹാസമാണ്. അതുകൊണ്ടാണ് സമിഅനാ വഅതഅനാ എന്ന് വിശ്വാസികൾ പറയുമെന്ന് പറഞ്ഞത്. പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലായി പോയി എന്ന് എപ്പോഴാ? ഇപ്പൊ തോന്നൂല. എന്ത് ദീന്, എന്ത് സ്വർഗം, എന്ത് നരകം, ഈ പറയുന്ന നാവുണ്ടല്ലോ മാറ്റി അത്തരമൊരവസ്ഥയാണ് പിന്നെ വരാനുള്ളത്, അല്ലേ? തീർന്നില്ല. വീണ്ടും അല്ലാഹ് പറയാ, ഔ അല്ലെങ്കിൽ നിങ്ങൾ തഖൂല, നീ പറയും, ലൗ അന്നല്ലാഹ ഹദാനി ലകുൻതു മിനൽ മുത്തഖീൻ. അല്ലാഹു എന്നെ നേർവഴിയിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ മുത്തഖീകളായിരുന്നു എന്ന് പറഞ്ഞേക്കുമെന്നതിനാൽ അല്ലാഹു ആരെയാ നേർവഴിയിലാക്കുക? അല്ലാഹു വഴി എങ്ങനെ കാണിച്ചു കൊടുത്തു? വഹദൈനാഹുൻ നജ്ദൈൻ. രണ്ട് വഴികൾ അല്ലാഹു നമുക്ക് നൽകി. ഒന്ന് നേർമാർഗമാണ്, മറ്റൊന്ന് ദുർമാർഗമാണ്. ആ നേർമാർഗം ഏതാണ്, ദുർമാർഗം ഏതാ എന്ന് കൃത്യമായി വേർതിരിച്ച് നമുക്ക് കാണിച്ചു തരാനാണ് നമ്മിലേക്ക് റസൂലുള്ളാഹിയെ വിശുദ്ധ ഖുർആനാകുന്ന കിതാബുമായി പടച്ച റബ്ബ് നമ്മിലേക്ക് അയച്ചത്. അല്ലാഹ് പറഞ്ഞതല്ലേ, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യമേതാണ്, അസത്യമേതാണ്, നന്മ ഏതാ, തിന്മ ഏതാണ്, ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണ്, സുന്നത്ത് എന്താ, ബിദ്അത്ത് എന്താണ്, ഹലാൽ എന്താ, ഹറാം എന്താണ് എന്ന് കൃത്യമായി വേർതിരിച്ച് അല്ലാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ സ്വീകരിക്കുന്ന മാർഗമേതാ, ആ വഴിയിലേക്ക് റബ്ബ് നമ്മെ നയിക്കുകയുള്ളൂ. അധാർമികമായ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ താല്പര്യം കാണിക്കുന്നത് എങ്കിൽ അല്ലാഹു പറഞ്ഞത് നുവല്ലിഹി മാ തവല്ലാ, തിരിഞ്ഞിടത്തേക്ക് അവനെ നാം അങ്ങ് തിരിച്ചു വിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നമ, നരകത്തിലിട്ട് അവനെ നാം അങ്ങ് കത്തിക്കരിച്ചു കളയുന്നതാ. അള്ളയല്ല പ്രശ്നക്കാരൻ, നീ സ്വീകരിച്ച വഴിയാണ് പ്രശ്നം. അത് പറയും. അവസാനം എന്താ അല്ലാഹ് പറയാ? ഔ തഖൂല, അല്ലെങ്കിൽ നിങ്ങൾ പറയും, തറൽ അദാബ്,
ശിക്ഷ നേരിൽ കാണുന്ന സമയത്ത് നിങ്ങൾ പറയും ലൗ അന്നലീ കറസൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ, എനിക്കൊരു അവസരം കൂടി കിട്ടിയാൽ ഞാൻ മുഹ്സിനീങ്ങളിൽ പെട്ടവനായി തീരും എന്ന് നിങ്ങൾ പറഞ്ഞു. ഇതൊന്നും പറയാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ എന്തു പറഞ്ഞത്? വത്തബിഉ അഹ്സനമാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. ഇത് ആദ്യം അല്ലാഹു പറഞ്ഞു വെച്ചത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അല്ലേ? കൊണ്ട് ആയത്തുകളും ഹദീസുകളും കേൾക്കുക, പഠിക്കുക, എന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് ചേർത്ത് വെക്കുക. നമ്മുടെ ജീവിതവുമായി അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഞാൻ സ്വീകരിച്ച വഴിയിൽ തകരാറുണ്ടോ? എന്റെ വാക്കുകളിൽ, എന്റെ സമീപനങ്ങളിൽ, അതൊക്കെ നമ്മൾ പരിശോധിച്ച്, പ്രിയപ്പെട്ടവരെ, ഞാനൊരു യഥാർത്ഥ മുഅ്മിനാണ്, എന്റെ മനസ്സിനകത്ത് ഈമാനുണ്ട്, ആ ഈമാന് നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള ഒന്നിനോടും എനിക്ക് താല്പര്യമില്ല, ഒന്നിലേക്കും ഞാൻ ഇറങ്ങിയിട്ടില്ല, ഇത് ഉറപ്പുവരുത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് മനമൊരുകി അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാരായ ആളുകള്, നമ്മുടെ മുൻഗാമികളൊക്കെ അല്ലാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി ഒരു താബിഉ, ഒരു പണ്ഡിതൻ പറയുന്ന വാക്കുണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായി, അല്ലാഹുമ്മ സിദ്നാ ഈമാനൻ വയഖീനൻ വഫിഖ്ഹാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാന് വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. റബ്ബനാ അല്ലാഹുമ്മ റബ്ബി സിദ്നി ഈമാന, പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലാഹുവേ ഈമാന് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ട്. സിദ്നാ ഈമാനൻ വയഖീനൻ വഫിഖ്ഹാ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നർത്ഥം. അല്ലേ? മാത്രമല്ല കൃത്യമായി ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, സ്വഹാബത്ത് പറഞ്ഞിരുന്നു എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഈമാനിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു തന്നിരുന്നു. ഫതഅല്ലംനാ അൽ ഈമാന ഖബ്ല അൻ നതഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഈമാൻ കൃത്യമായി പഠിപ്പിച്ചു തന്നു. ثم تعلمنا القرآن بعد فازددنا ഈമാനാ, പിന്നെ ഖുർആൻ ഇങ്ങനെ പഠിച്ചപ്പോഴേ ഈമാൻ ഇങ്ങനെ കൂടുകയായിരുന്നു. പിന്നെ ഖുർആൻ പഠിക്കുമ്പോ ഈമാൻ കൂടുക, അവ ഖുർആനിക ആയത്തുകൾ കേൾക്കുമ്പോൾ. അതുകൊണ്ട് ആ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞില്ലേ, വഇദാ തുലിയത് അലൈഹിം, അല്ലാഹുവിന്റെ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സാദത്തുഹും ഈമാനാ, ഈമാന് വർദ്ധിക്കുന്നവരാണ്. മുഅ്മിനീങ്ങളെ കുറിച്ച് പറയാ, ഈമാന് വർദ്ധിക്കുന്നതാണ്. റബ്ബിലുള്ള ഇഷ്ടം, റബ്ബിന്റെ പ്രവാചകനോട്, റബ്ബിന്റെ ദീനിനോട് ഇഷ്ടങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയായിരിക്കും. ആ നിലക്കുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹാദത്ത്, അല്ലേ, മുഹമ്മദ് റസൂലുള്ളാഹ്, അതിലുള്ള ഷഹാദത്ത് അംഗീകരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ റസൂല് പഠിപ്പിച്ചത് കൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, ബിദ്അത്തുകൾ നിരവധി നമ്മുടെ സമൂഹത്തിലുണ്ട്. റബീഉൽ അവ്വൽ മാസമാണ് നമ്മിലേക്ക് വരാനുള്ളത്. അത്തരം സമയങ്ങളൊക്കെ വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന പേരിൽ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാണും. ഇതൊക്കെ ദീനിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാ. ഇവിടെയൊക്കെ ഈമാനുള്ള ആളുകൾ എന്ന നിലയിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചതിനാണ് നമ്മൾ പിന്തുടരേണ്ടത്. പഠിപ്പിക്കാത്തതിന്റെ പിന്നാലെ പോവുക എന്നുള്ളത് അത് എത്ര നല്ല കാര്യമാണ് എന്ന് ആരൊക്കെ പറഞ്ഞാലും ശരി, അതിന് പിന്നാലെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഇതിന്റെയൊക്കെ ആയത്തുകൾ എന്താ, ഹദീസുകൾ എന്താ, ദീനിനോടുള്ള ഇതിനോടുള്ള നിലപാട് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ശരിക്ക്
പഠിക്കണം എന്ന് നേരത്തെ പറഞ്ഞത്. ഈമാൻ എന്താണെന്ന് ശരിക്കും പഠിക്കണം, അല്ലേ? അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്ക് അവൻ ഒരുക്കി വെച്ച സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളായി ജീവിച്ചു മരിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലും റബ്ബിനെ മറന്ന് പരലോകം മറന്ന് ഒരു പ്രവർത്തനത്തിലേക്കും പോകാതെ ഏത് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഇത് എന്റെ ആഖിറം നഷ്ടപ്പെടുമോ, അതല്ല സ്വർഗം ലഭിക്കാൻ കാരണമാകുന്നതാണോ എന്നൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് പഠിച്ചു മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുക. ആ രൂപത്തിലുള്ള ചിന്തകളാൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു മാപ്പ് നൽകി നിന്റെ സജ്ജനങ്ങളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മരണത്തിന്റെ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി ഖബറിടങ്ങൾ സ്വർഗ്ഗീയ പുങ്കാവനമാക്കി തീർക്കണമേ റഹ്മാനെ. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി വേദനിക്കുന്ന പ്രയാസപ്പെടുന്നവർക്ക് പരിപൂർണ ആശ്വാസവും സമാധാനവും ശമനവും നൽകി അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളേവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമുർ